ഗൈസ് ദിഗുരു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പം എന്നെക്കുറിച്ച് കുറേ പേരോട് ചോദിക്കുന്നു ഞാൻ പഠിക്കുവാണോ ജോലിയാണോ എന്ന്. ഞാൻ പഠിക്കുമല്ലേ ഗൈസ്. എനിക്ക് 27 വയസ്സുണ്ട്. 27 വയസ്സ്. പക്ഷേ എന്നെ കണ്ടാൽ പറയത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. പലയിടത്തും ചെന്ന് ഇങ്ങനെ പ്രായം പറയുമ്പോൾ ചിലർ വിശ്വസിക്കുന്നില്ല. എന്നോട് ചില ആൾക്കാർക്ക് ഞാൻ വെളിയിലോട്ട് നടക്കാൻ പറയുമ്പോൾ നീ സ്കൂളിൽ പോയില്ല എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് ഗൈസ്. കാരണം എനിക്ക് 27 വയസ്സില്ലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് സ്കൂളിൽ പോയില്ലേ എന്ന്. അതാണ് ചെറിയൊരു വിഷമം, അല്ലാതെ വേറെ വിഷമമൊന്നുമില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കിഡ്നിയുടെ അസുഖം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ശരീരം മെലിഞ്ഞു തുടങ്ങി പഴംപൊരി പൊരിയിരിക്കുന്നത്. അല്ല വേറെ ഒരു കുഴപ്പവും എനിക്കില്ല. കാരണം എനിക്ക് ആഴ്ചയിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 3 നേരവും ഗുളിക കഴിക്കണം. ആ ഗുളിക എന്ന് പറയുമ്പോൾ രാവിലെ 2, 4 എണ്ണം കഴിക്കണം. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ 3 എണ്ണം, വൈകിട്ട് 4 എണ്ണം. അതെല്ലാം കൂടെ ശരീരത്തോട് ചെല്ലുമ്പോഴാണ് വണ്ണവും വെക്കാതെ മെലിഞ്ഞിരിക്കുന്നത്. ആഹാരം കഴിച്ചാലേ വണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഈ ഗുളിയെല്ലാം കൂടെ കയറ്റി കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വണ്ണം വെക്കാൻ? അതെല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുള്ള വിശപ്പൂടൊക്കെ കിട്ടും. അതാണ് ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് 18 വയസ്സോ 14 വയസ്സോ അല്ല, എനിക്ക് 27 വയസ്സുണ്ട്. പിന്നെ നമുക്ക് വിഷമം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ്. എനിക്ക് വിഷമം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ ഇന്നലെ ഒരു ഇക്കാര്യം വിളിച്ചിട്ട് പുള്ളിയുടെ മോനും ഇതേ അസുഖമാണ്. മോൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെ വിഷമിക്കുന്നത് എല്ലാ അസുഖത്തിനും ഗുളികയുണ്ട്. ഈ ഗുളിക എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ ആശ്വാസം കിട്ടും, രോഗം മാറും എന്നുള്ളത്. പക്ഷെ പകുതി രോഗം മാറണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റാക്കിയാലേ പകുതി രോഗം മാറും. അല്ലാതെ നമ്മൾ എനിക്ക് വയ്യേ, അയ്യോ എൻ്റെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി എൻ്റെ അത്തുപോയെന്നൊക്കെ ഓർത്ത് വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അസുഖം കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. അതിങ്ങനെ കുറയണമെങ്കിൽ നമ്മൾ ഗുളിക കഴിക്കുക. നമുക്ക് ഈ ഒരു കുറവുള്ളതായി നമ്മൾ കഴിക്കുക. മറ്റുള്ള ഗുളികയല്ല, നമ്മൾ മറ്റുള്ള മനുഷ്യരെയൊക്കെ പോലെ അടിപിടിച്ച് കുളിച്ചൊക്കെ ജീവിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഓടാനും ചാടാനും പറ്റത്തില്ല കാര്യം പറയുന്നത്. എൻ്റെ കാലിൽ 2 കാപ്പിക്കുക. എനിക്ക് ഓടാനും ചാടാനൊന്നും പറ്റത്തില്ല. എനിക്ക് നടക്കാൻ പറ്റും, ഓടാനൊന്നും പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാൻ പറ്റും. എനിക്ക് വീട്ടിലിരുന്ന് പ്രാന്തി പിടിക്കും. പിന്നെ ഞാൻ അങ്ങോട്ടിലൊക്കെ പോകും, പിന്നെ ഓടി നമുക്ക് കുറേ കുത്തിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ വിഷമിച്ചിരുന്ന കാര്യമില്ല. നമ്മൾ ജീവിതം എന്ന് പറയുന്നതേ സങ്കടമാണ്. നമ്മൾ ചിരിക്കാൻ പഠിച്ചാൽ മതി. കരയുള്ള എല്ലാ ജീവിതം നമുക്ക് കൊണ്ടുതരും. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട. വല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കും, അവർ വല്ല മരുന്ന് വഴി തരും. അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ദൈവം ചിലക്കാരനല്ല ഗൈസ്, ഉള്ള കാര്യം പറയാം. നമുക്ക് എന്തെങ്കിലും കുറവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് സന്തോഷിക്കാനുള്ള വകയും ദൈവം എടുത്തു